നമസ്കാരം. മെട്രോപോളിസും റൂറൽ വനിതാ ശിശുഭവനും ചേർന്ന് നിർമ്മിച്ച് ചുമ്മാതിരുന്ന് ബിൽഡപ്പ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന കുടിയല്ലിത് ജീവിതം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ജഡ്ജിംഗ് പാനലിലെത്തിയിരിക്കുന്നത് സാമൂഹ്യ പരിഷ്കർത്താവ്, എന്തിനും ഏതിനും നെഗറ്റീവുകൾ മാത്രം പറയുന്ന നിയമ വിദഗ്ധൻ വെങ്കിട്ട രമണ അയ്യർ, നാട്ടിൽ കൊച്ചിനാണു എന്ന് വിളിക്കും. അടുത്തതായി വക്കീലാകാൻ പഠിച്ച് ഒന്നുമാകാതെ നിയമത്തിന്റെ എല്ലാ വശങ്ങളും പഠിച്ച് ഒരു കേസുമില്ലാതെ നാട്ടിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന അഡ്വക്കേറ്റ് കെ സുരേന്ദ്രകുമാർ. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ജനതയെ ക്യാൻസർ പോലെ കാർന്നു തിന്നുന്ന ലഹരി വസ്തു, കേരള ജനതയുടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്ന വിഷപാനീയം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നു. കുടിയല്ലിത് ജീവിതം. മദ്യം കാരണം ജീവിതത്തിന്റെ താളം തെറ്റിയ ഒരു സ്ത്രീയാണ് നിങ്ങൾക്ക് രസിക്കാനായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇന്ന് ഇട്ടു തരുന്നത്. നമസ്കാരം ശ്യാമള. അയ്യേ കരയരുത് ശ്യാമളെ, ശ്യാമളെ കരയരുത്, കരയരുത്. ഞാൻ പറയും അപ്പൊ നീ കരഞ്ഞാ മതി. ബിൽഡപ്പ് എന്ന് ഞാൻ പറയുമ്പോൾ മാത്രം കരഞ്ഞാൽ മതി കേട്ടോ. പക്ഷെ അവിടെ ഇരിക്കുന്ന ആ സാറുമാര് പറഞ്ഞ വന്ന അപ്പൊ തന്നെ കരഞ്ഞു തുടങ്ങണം, എന്നാലേ ഡേറ്റിംഗ് ഉണ്ടത്തുള്ളൂ. അവർക്ക് ഭ്രാന്ത്. ഡേറ്റിംഗ് അല്ല, റേറ്റിംഗ്. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന സമയത്തിനെയാണ് റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയും ബിൽഡപ്പ് ബിൽഡപ്പ് എന്ന് പറയുമ്പോൾ മാത്രം കരഞ്ഞാൽ മതി. ഓക്കെ, ഇപ്പൊ കരയണ്ട, ഇപ്പൊ കരയണ്ട, ഇപ്പൊ കരയണ്ട. സാർ, ഇതാണ് ഞാൻ പറഞ്ഞ മദ്യത്തിന്റെ തിക്ത ഫലങ്ങൾ അനുഭവിക്കുന്ന മിസ്സസ് ശ്യാമള. ഓ, നല്ല കുട്ടി, നല്ല ഐശ്വര്യമുള്ള കുട്ടിയാണ് കേട്ടോ. വരുന്നു എന്നറിഞ്ഞു, പക്ഷെ ഇത്രയും സൗന്ദര്യം ഉണ്ടാകും എന്ന് ഞാൻ വിചാരിച്ചില്ല, അല്ലേ? അതെ, എവിടെയോ കണ്ട് നല്ല പരിചയം. ഏതോ സിനിമയിലോ സീരിയലിലോ എന്തൊക്കെ അഭിനയിച്ചൊരു കുട്ടിയുടെ ചായ ഉണ്ടല്ലോ. എവിടെ വീട്? ഇനിയിപ്പോ നിങ്ങൾ വാട്സാപ്പ് നമ്പറൂടെ ചോദിക്കുമല്ലോ. രണ്ട് കേമന്മാര് വന്നിരിക്കുന്നു, അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. ശ്യാമളെ കൊള്ളാമല്ലോ, ഇങ്ങോട്ട് നോക്കിയാൽ മതി, ഇങ്ങോട്ട് നോക്കണ്ട കേട്ടാ. മിസ്സസ് ശ്യാമള, നിങ്ങളുടെ ജീവിതത്തിൽ മദ്യം എങ്ങനെയാണ് ഒരു വില്ലനായി കടന്നു വന്നത്? അതുണ്ടല്ലോ സാറേ, ഞാൻ എന്ന് പറയുന്നത് ഒരു ബിൽഡപ്പ് ബിൽഡപ്പ് ബിൽഡപ്പ്. സാറേ, അതുണ്ടല്ലോ, ഞാനൊരു സാധാരണ കുടുംബത്തിലെ സ്ത്രീയായിരുന്നു. എന്നെ ഒരുപാട് പ്രലോഭനങ്ങളിൽ പെടുത്തിയാണ് അങ്ങനെ എന്നെ കെട്ടിയത്. എന്ത് കാണിച്ച്? അതായത് ഈ സാരി, ചുരിദാറ്, ഭക്ഷണ സാധനങ്ങളൊക്കെ കാണിച്ച പ്രലോഭിപ്പിച്ചത്. സാറിനറിയാമോ, ഭക്ഷണ സാധനങ്ങൾ കണ്ട ഞാൻ അപ്പം കെട്ടിപ്പോയില്ലേ, ഇനി സഹിച്ചല്ല പറ്റും. അല്ലാതെ ഇപ്പൊ നിവൃത്തിയില്ലല്ലോ, അതാണിപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. സാറിനറിയാമോ, എന്നെ കല്യാണം കഴിച്ച് പിറ്റേ ദിവസം തൊട്ട് അങ്ങനെ കൂടി തുടങ്ങി. അപ്പൊ അത് നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ട് തന്നെ ആയിരിക്കും. അതെ അതെ, തീർച്ചയായിട്ടും. കാരണം എനിക്കും പറയാൻ പറ്റുന്നില്ല, ഞാൻ പറയാം. നിങ്ങളെ കല്യാണം കഴിച്ചിട്ട് പിറ്റേ ദിവസം തൊട്ട് അയാളെ കല്ലുകൂടി തുടങ്ങിയത്. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റായിരിക്കും. അയ്യോ അയ്യോ സാറേ, ഞാൻ അങ്ങനെയുള്ള ഒരു സ്ത്രീ അല്ല. പറഞ്ഞോളൂ, എന്തായാലും പറഞ്ഞോളൂ, സഹിക്കാൻ പറ്റുന്നില്ല. സാറേ, ഞാൻ അങ്ങനെ ഒരു സ്ത്രീ അല്ല. എന്റെ ഭാഗത്ത് നിന്ന് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. എന്നങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോ ഒരാളുടെ വശം മാത്രം നമ്മൾ കേട്ടിട്ട് കാര്യമില്ല, നമ്മൾ മറുവശം കൂടെ കേൾക്കണം. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഒരു ദോശ ഉണ്ടാക്കാന്ന് വിചാരിക്കുക. അപ്പൊ മാവ് ഒഴിച്ച് കല്ലിലോട്ട് ഒഴിക്കുമ്പം അടിഭാഗം കരിയും എന്ന് കരുതി അത് ദോശയാവില്ലല്ലോ. അത് മറിച്ചിട്ട് മറ്റേ ഭാഗം കൂടെ കരിയുമ്പോഴല്ലേ അത് ദോശയാകത്തുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിങ്ങളുടെ വിഷയങ്ങൾക്കിടയിൽ മറുഭാഗത്ത് കിടക്കുന്ന നിങ്ങളുടെ ഭർത്താവാണ്. ആ കരിഞ്ഞവന്റെ അഭിപ്രായം കൂടി നമുക്കൊന്ന് ചേർക്കാം, ചോദിക്കാം. മിസ്റ്റർ ഭാർഗവൻ, നിങ്ങൾ എന്തിനാണ് ഈ ദോശ കരിച്ചു കളയുന്നത്? അല്ല, നിങ്ങൾ കള്ളു കുടിച്ചിട്ട് വന്ന് എന്തിനാണ് ഈ പെൺകുട്ടിയെ കരയിക്കുന്നത്? നീ ചിരിക്കുമല്ലോടി, ചിരിക്കുമല്ലേ നീ? അല്ലെന്ന് കരയാണോ? അല്ല, കരയിലും ചിരിക്കലും എനിക്ക് രണ്ടും തുല്യാണേ. തത്തമ്മയ്ക്ക് ജലദോഷം വന്നാലും കാണിക്കണേ.
പിന്നെ ഭാർഗവൻ, ഈ പെൺകുട്ടി പറഞ്ഞതിനകത്ത് വല്ല സത്യമുണ്ടോ? ഈ പെൺകുട്ടി എന്നെ ഇവിടെ നിന്ന് വിളമ്പിയേക്കണമെന്ന് ആർക്കറിയാം? ഞാൻ വല്ലതും കേട്ടോ? അവളല്ലേ ഇരുന്ന് പറഞ്ഞത്. മിസ്റ്റർ ഭാർഗവൻ, എന്നാ ചങ്ങാതി ഇവര് പറയുന്നത് ഇവരെ കെട്ടിയതിന്റെ പിറ്റോസം മുതൽ താങ്കൾ കുടി തുടങ്ങി എന്നാണല്ലോ. അതിൽ വല്ല ശരിയുണ്ടോ? ഇതൊക്കെ ചുമ്മാ നോണ, വായെടുത്ത നോണയാ സാറേ പറയുള്ളൂ. ഞാൻ ഇവിടെ കല്യാണം കഴിച്ചപ്പോൾ ഒന്നുമല്ല കുടി തുടങ്ങിയത്. ഇതിന് മുമ്പേ എൻ്റെ ജീവിതത്തിൽ ദുരന്തങ്ങൾ തുടങ്ങിയതാ. 7ാം ക്ലാസ് ഞാൻ തോറ്റ ആ വിഷമത്തിൽ ഞാൻ കുടി തുടങ്ങിയത് അറിയോ? അല്ലാതെ ഇവിടെ കെട്ടിന് ചേട്ടല്ല ഞാൻ കുടിക്കണത്. അല്ല, എക്സ്ക്യൂസ് മീ ഭാർഗവൻ, നിങ്ങൾ ഒരു ദിവസം എത്ര പെഗ് വരെ അടിക്കും? ഒരു ദിവസം എന്റെ പൊന്ന് സാറേ, അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ 24 മണിക്കൂറും കൂടി അറിയാം. എടി, നീ ആവശ്യമുള്ള നുണ പറയിട്ടോ. ഞാനിതെല്ലാം പറഞ്ഞു കൊടുക്കും. എന്നാ പറഞ്ഞു കൊടുക്കും? നീ നുണ പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ ഈ കൊച്ചിന്റെ മുഖത്ത് നോക്കിയിട്ട് പറ നിങ്ങൾ കുടിക്കാറില്ലെന്ന്. ആയിരിക്കും കൊച്ചിനെ പിടിച്ചാ? ആ കൊച്ചിന്റെ മൗത്തൊക്കെ ആ കൊച്ചിന്റെ തല കൈ വെച്ചാൽ 100 വർഷം പറയാലോ. ആ കൊച്ചന്റെ അല്ല, പിന്നെ എനിക്ക് പറയാനോ? ഇവിടെ ചേട്ടാ, നിങ്ങളുടെ പാവവും പെരുമാറ്റം കണ്ടതൊന്നും എൻ്റെ അല്ല, നിങ്ങളുടെ ആ കൊച്ചൊന്നും. നിങ്ങളുടെ കൊച്ചാന്ന് തോന്നുമല്ലോ ഇപ്പൊ നിങ്ങളുടെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ. എനിക്കില്ലാത്ത ഭാവപ്രകടനം നിങ്ങൾക്ക് എന്താ? എനിക്ക് മനസ്സിലാവുള്ളൂ. എന്തിനാടി കൂട്ട് തൂട്ടിട്ട് ഒരുത്തം വന്നപ്പോൾ അവിടെ നോക്കില്ല, കരയാനും പിടിക്കാനും അവള് നിന്റെ മിസ്റ്റർ ഭാർഗവൻ, മറുപടി പറ. ഞാൻ പുറകേക്കും അടി. നീ മിസ്റ്റർ ഭാർഗവൻ ഒന്ന് അടക്കണം. എന്നെ അടക്കണമെന്ന് എൻ്റെ പൊന്ന് സാറേ, ഞാൻ പറയട്ടെ, ഞാൻ ദേ എല്ലാം കഴിഞ്ഞ് ഒന്ന് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ 2 പെക്കടിക്കും. അതാ എൻ്റെ നാട്ടിലുള്ള എല്ലാ പട്ടിക്കുഞ്ഞിനും വരാറിയാം, അറിയാമോ? അല്ലേ? 2 പെക്ക്. ഓ, ഒരു ദിവസം 2 പെഗ് മാത്രം അടിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ കഥയാണിപ്പോൾ നമ്മൾ കണ്ടത്. എന്നാൽ 24 മണിക്കൂറും മദ്യപിച്ച് നടക്കുന്ന ജോയ് എന്ന വ്യക്തിയുടെ ജീവിത കഥ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കുരുത്തക്കേടിന്റെ കൂടാണ്, അടുപ്പക്കാരന് തേനാണ്, വെളുക്കുമ്പോ തൊട്ട് പാമ്പാണ്, മിടുമിടുക്കുള്ള ജോയ്. പണിക്ക് ചെന്നതിൻ പിറ്റേന്ന് ഉടക്ക് വേലകൾ കാട്ടിയിട്ട് കണക്ക് തെറ്റിയ റോക്കറ്റായി തിരിച്ചു പോരണ ജോയ്. ഇവൻ എന്തിനു പോന്നോനാ, പല നമ്പരുമുള്ളോനാ, പണി എന്തിനു പോയാലും കെണി കൊണ്ടുവരുന്നോനാ. വെള്ളം തളിക്കാതെ വെള്ളം തളിക്കാതെ വെള്ളം തളിക്കാതെ വെള്ളം കൊടുക്കാൻ എന്തൊക്കെ വന്നാലും കണ്ടയ്ക്ക് നിൽക്കുന്ന ജോയ്. നമ്മുടെ മുത്താതി ജോയ്, നമ്മുടെ സ്വത്താതി ജോയ്, എങ്കിലും വിട്ടാതി ജോയ്. നമ്മുടെ മുത്താതി ജോയ്, നമ്മുടെ സ്വത്താതി ജോയ്, എങ്കിലും വിട്ടാതി ജോയ്. കണ്ടില്ലേ എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞാൽ കൊതിയാവും. സത്യം പറഞ്ഞാൽ മനസ്സിന് ഭയങ്കര സന്തോഷം. കുറേ നാൾ കൂടി ഇങ്ങനെ ഒരു സീൻ കണ്ടപ്പോൾ ഭയങ്കര കൊതിയായി. എന്നാന്നറിയാം, മറ്റൊന്നല്ല, ഇതൊക്കെ എന്താ എങ്ങനെ ഈ പുള്ളി അർമാദിക്കണം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊരു ഭയങ്കര സന്തോഷമായി പോയി. കാരണം ഇതൊക്കെ ദൈവം ഒരാൾക്കാണ്, 100-ൽ ഒരാൾക്കാണ് ഈ ഇതുപോലുള്ള അവസരം കൊടുക്കുള്ളൂ. അതിന്റെ കാരണം വേറൊന്നുമല്ല, പുള്ളി കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല, അതാ പുള്ളി ഇത്ര എൻജോയ് ചെയ്യുന്നത്. കാണുമ്പോൾ വൻകുടൽ വല്ലാതെ ദാഹിക്കുന്നു അല്ലേ? അല്ല, അതാ പറഞ്ഞത്, മനസ്സിലായി. കണ്ടപ്പോൾ ഭയങ്കര കൊതിയാണത് കണ്ടപ്പോൾ. മിസ്റ്റർ ഭാർഗവൻ, നിങ്ങളൊരു കാര്യം വിചാരിക്കണം. അവർ കല്യാണം കഴിച്ചിട്ട് ഏകദേശം 1 മാസക്കാലം എന്തോ ഒരുമിച്ച് താമസിച്ചുള്ളൂ. 1 മാസം. ഇയാളുടെ ഈ മദ്യപാനം കാരണം 1 മാസം കൊണ്ട് ഡൈവോഴ്സ് ആയ ഒരു ഫാമിലിയാണ് അയാളുടേത്. അത് നിങ്ങൾ ചിന്തിക്കണം. അതെ, നിങ്ങളുടെ ഭർത്താവ് ഇങ്ങനെ ഇത്രയും എങ്ങനെ കുടിക്കുന്നു? അത് എന്നോട് ചോദിച്ചിട്ട് എന്താ സാറേ കാര്യം? അയാളോട് തന്നെ ചോദിക്കും. എന്നാടി നീ വിളിച്ച അയാളെന്നോ? എടി, താലി കെട്ടിയാനാണ് നീ അയാളെന്ന് വിളിച്ചത്? എന്റെ പൊന്ന് സാറേ, താലി കെട്ടിയോണ്ട് മാത്രം ഭർത്താവത്തില്ല, ചെലവിന് തരണ ചെലവിന്. അതാണോ? തരാറില്ലേ? ഇല്ല. നീ കൊടുക്കാറില്ലടാ? ഇല്ല സാറേ. എന്റെ പൊന്ന് സാറേ, എന്റെ സ്വർണം മുഴുവൻ കൊണ്ടുപോയി പണയം വെച്ചിട്ട് ആ പൈസ കൊണ്ട് മുഴുവൻ ഇയാൾ കള്ളു ഓടിച്ചു തീർത്തു. അറിയാമോ? ഒരു പണിക്ക് പോകത്തില്ല. ആരെങ്കിലും പണിക്ക് വന്ന് വിളിച്ച അവരെ കൂടെ ചീത്ത പറഞ്ഞ അയാൾ ഓടിക്കാറുണ്ട്. അറിയാമോ? കിടന്ന് വിളച്ചാണ് നീ. അവള് വിളസാൻ വേണ്ടി വന്നേക്കണോള് അല്ലേ? സ്വന്തം താലി കെട്ടിയവനെ നാണം കെടുത്താൻ വേണ്ടി ചാനലിൽ പോകുമെന്ന് പറഞ്ഞ് അയൽക്കൂട്ടക്കാരോട് പറഞ്ഞിട്ട് നീ വന്നേക്കോ അവള്. എന്നിട്ട് അവള് എന്നെ താറടിച്ച് കയറ്റാൻ വേണ്ടി ഷൈൻ ചെയ്യാൻ വേണ്ടി ചെരുപ്പൂരി ഞാൻ എറിയിട്ടു. എൻ്റെ പൊന്ന് സാറേ, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ കേൾക്ക്. ഞാൻ മാന്യമായിട്ട് പണിയെടുക്കുന്ന ആളാണ്. ഞാൻ ഡെയിലി 600 രൂപയ്ക്ക് പണിയെടുക്കുന്ന ഒരാളാണ്. 600 രൂപയ്ക്ക് പണിയെടുക്കുന്ന ഒരാളാണ് ഞാൻ, അറിയോ? നിങ്ങൾ പണിക്ക് പോകാറുണ്ട്? 600 രൂപയുടെ പണിക്ക് പോകാറുണ്ട്? 600 രൂപ മേസ്ത്രി പണിക്ക് പോണ ആളാ ഞാൻ. ആണോ? മേസ്ത്രി പണിക്ക് പോണ ആളാ. എന്നാടി നോണ പറഞ്ഞത്? ഞാൻ നോണയാണ്ടി പറഞ്ഞു. ഞാൻ മേസ്ത്രി പണിക്ക് പോകണമെന്ന് പറഞ്ഞേ. സാറൊന്ന് കണ്ടു നോക്ക്. ഇതുണ്ടോ ഈ കൈ നോക്കി? ഇതുണ്ടോ തണുപ്പ്? കണ്ടോ കയ്യിൽ തണുപ്പ്? കണ്ടോ? എന്റെ പൊന്ന് സാറേ, അത് പണിക്ക് പോയ തണുപ്പൊന്നുമല്ല. ബിവറേജിന്റെ ക്യൂവിൽ നിന്ന് കമ്പിയെ പിടിച്ചുണ്ടായ തണുപ്പ, അല്ലാതെ പണിക്ക് പോയതൊന്നും അല്ല സാറേ. ആ തണുപ്പാണ്ട് ഇത്. ആ തണുപ്പാണത്. അല്ല, ഞാൻ വേറെ പണിക്കൊന്നും പോയിട്ടില്ല. ആദ്യമൊക്കെ പണിക്ക് പോകുമായിരുന്നു. അയാളുടെ
കുടി കാരണം ഒറ്റ മനുഷ്യനിങ്ങനെ പണിക്ക് വിളിക്കാതെ അറിയാമോ? വിളിക്കണ്ടേ ഒരുത്തിനും എന്നെ വിളിക്കണ്ടെന്നേ. ഒരുത്തനും വിളിച്ചില്ലല്ലേ എൻ്റെ കുടുംബം പട്ടിണിക്കിടാതിരിക്കാനുള്ള ഒരു കൈത്തൊഴിൽ ഞാൻ പഠിച്ചവനെ. ഞാൻ ഒരു കൈത്തൊഴിൽ മാന്യമായിട്ട് പഠിച്ച ഞാൻ. അത് നല്ല കാര്യമാണ്. സ്വന്തം കുടുംബത്തെ പോറ്റാൻ വേണ്ടി മറ്റുള്ളവരുടെ ആശ്രയമില്ലാതെ ഒരു കൈത്തൊഴിലെടുത്ത് ജീവിക്കുന്നത് നല്ലതാണ്. എന്നാൽ പിന്നെ താങ്കൾക്ക് ആ കൈത്തൊഴിൽ കൊണ്ട് ജീവിക്കാൻ മേലേ? എൻ്റെ സാറേ, ഈ കൈത്തൊഴിൽ എന്ന് പറഞ്ഞാൽ ഈ കൈത്തൊഴിൽ ഞാൻ ചെയ്തു, അതുകൊണ്ട് ഞാൻ സമ്പാദിക്കുന്ന മാന്യമായിട്ട് നമ്മുടെ കുടുംബം നടത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് കൈത്തൊഴിൽ ചെയ്യാനായിട്ട് എന്നെ വിടണ്ടേ സാറേ? വിടണ്ടേ ഈ മുതവി? അത് ശ്യാമളെ മോശമാണ്. ഒരാളൊരു തൊഴിൽ ചെയ്യാൻ പോകുമ്പോൾ അതിനെ വിലങ്ങുതീടിയായിട്ട് നിൽക്കുന്നത് തെറ്റ് തന്നെയാണ്. എന്റെ പൊന്ന് സാറേ, ഏത് കൈത്തൊഴിലാണെന്നൊന്ന് ചോദിച്ചു നോക്കി. ആണോ? എന്ത് കൈത്തൊഴിലാണ് താങ്കൾ ചെയ്യുന്നത്? ചീട്ടുകളി. ചീട്ടുകളി അതാകുമ്പോണ്ടല്ലോ, അത് ശരിക്കും കളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു മുട്ടുമില്ല. ഒരു 500 രൂപയ്ക്ക് പണിയുന്നതിന് ഒരു മുട്ടുമില്ല. പിന്നെ എല്ലാ പ്രാവശ്യവും എല്ലാ ദിവസവും 500 രൂപ കിട്ടുമെന്നിരിക്കില്ല. കാരണം അത് ശരിക്കും അറിഞ്ഞാലാണ് 500 രൂപ കിട്ടുള്ളൂ. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് 1000 1500 ഒക്കെ പോയിന്ന് വരും. പക്ഷെ അത് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10,000-2,500 രൂപ പണിയുകയും ചെയ്യാം. പിള്ളേർക്ക് പാപ്പവും വാങ്ങിച്ചു കൊടുക്കാം. അതിനുള്ള പൈസയ്ക്ക് പണിയാം ശരിക്കും കളിച്ച് പഠിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഇത് പഠിക്കാനായിട്ട്, ഈ പണി പഠിക്കാനായിട്ട് ഇവിടെ തന്നെ വിടണ്ടേ? വിടത്തല്ലേ? ഈ മൂദേവി ഉണ്ടല്ലോ, ഒരു കുടുംബം രക്ഷപ്പെടാൻ ഇവിടെ തടസ്സം നിൽക്കണോളോ അവള്? അല്ലടി, നീ തടസ്സം നിൽക്കണോണ്ട് മാത്രമാണ് എനിക്ക് ആ പണിക്ക് പോകാൻ പറ്റാതെ. അതെന്ന് കൊള്ളാം, നല്ല കൈത്തൊഴിൽ. കണ്ടില്ലേ, ഇങ്ങനെയാണ് മദ്യം മനുഷ്യനെ സ്വാധീനിക്കുന്നത്. ഇവരോട് എന്ത് ചോദിച്ചാലും ഇവരതിനെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഇവരെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത് മദ്യമാണ്. കേരളത്തിൽ ഭാഗികമായി മദ്യനിരോധനം നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമുക്കിടയിലുള്ള ചില ആളുകൾ അവർക്കിടയിലുള്ള മദ്യപാനം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലിവർ സിറോസിസ് പോലെയുള്ള മാരക രോഗങ്ങൾ വരുമ്പോൾ ഡോക്ടർമാർ കർശനമായി നിർദ്ദേശിക്കുന്നു മദ്യപിക്കരുതെന്ന്. എന്നിട്ടും അവർ മദ്യപിക്കുന്നു. ഇത് എന്തുകൊണ്ടാണ് സർ? മിസ്റ്റർ ഹരിചന്ദ്രൻ, ഇപ്പോൾ ഷുഗറുള്ള ഒരാളോട് ഡോക്ടർ പറയാണ് താങ്കൾ മധുരം കഴിക്കരുതെന്ന് പറഞ്ഞാൽ, പക്ഷേ അയാൾക്ക് ഇതുവരെ മധുരം കഴിച്ചിട്ടില്ലെങ്കിൽ പോലും തൊട്ട് പിറ്റേ ദിവസം മുതൽ മധുരം കഴിക്കാനുള്ള ഒരു ആസക്തി തുടങ്ങും. അതെ, അതുപോലെ തന്നെയാണ് കൊളസ്ട്രോൾ ഉള്ള ഒരാളോട് ഡോക്ടർ പറയും നിങ്ങൾ വറുത്തതും പൊരിച്ചതും കഴിക്കരുത് എന്ന് പറയും. പക്ഷേ വീണ്ടും അദ്ദേഹത്തിന് ആ ആഹാരം കാണുമ്പോൾ അത് കഴിക്കാനുള്ള ഒരു ആസക്തി ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഈ മദ്യത്തിന്റെ കാര്യവും. നമ്മൾ മദ്യം കഴിക്കുന്ന ഒരാളോട് മദ്യം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അപ്പൊ സാറ് പറയുന്നത് ഇവരൊക്കെ കുടിച്ച് ചത്തോട്ടെ എന്നാണോ പറയുന്നത്? എന്താ ഹരിചന്ദ്രൻ ഇങ്ങനെ പറയുന്നത്? ഞങ്ങൾ ഉദ്ദേശിച്ചത് അതല്ല. ഇവർക്ക് വേണ്ടത് നല്ലൊരു ചികിത്സയാണ്. ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി ഇവരെ ചികിത്സിക്കണം. അതാണ് വേണ്ടത്. അതാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇവരെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ട് ഒരു കാര്യവുമില്ല. ഈ അടുത്തിടയ്ക്ക് ഒരു പെൺകുട്ടി കാണിച്ച ചങ്കൂറ്റെങ്കിലും ഇവർ കാണിച്ചാൽ ഇവർക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റും. ആ പെൺകുട്ടിയുടെ ധീരമായ ആ പോരാട്ടം കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ആദ്യമൊക്കെ ഭയങ്കര ശല്യമായിരുന്നു. എന്നെ വല്ലാണ്ട് ഉപദ്രവിക്കുമായിരുന്നു. എൻ്റെ മുടിക്കുത്തിലൊക്കെ പിടിച്ച് ഇടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ എന്നെ ദുരിതം സഹിക്കാനാവാതെ ഞാൻ പള്ളിയിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ദൈവദൂതനെ പോലെ അച്ഛൻ വന്ന് എനിക്കൊരു ഐഡിയ പറഞ്ഞു തന്നത്.
ദിവസം കഴിഞ്ഞ് അയാൾ കുടിച്ചിട്ട് വീണ്ടും എന്നെ തല്ലാൻ വന്നു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. അളിയ, ഞാൻ കുറച്ച് തിരക്കിലാടാ, പിന്നെ വിളി. ഞാൻ കൈയടിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതുപോലെ ഒന്നും ഒരാളെ തല്ലിക്കഴിഞ്ഞാൽ ആരെയും കൂടി നിൽക്കാൻ പോകണം, അറിയോ? ഒരു മനുഷ്യനെ കൂടി വെക്കൂല. കണ്ടാ സാറേ, ഇത്രയൊക്കെ കണ്ടിട്ടും ഇങ്ങനെ ആ കുടിയന്മാരുടെ സൈഡിൽ നിന്ന് സംസാരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ആരുടെ സൈഡും കൂടി അയ്യോ ഞാൻ പറയുന്നത്, ഇങ്ങനെയൊന്നും വിചാരിച്ച ഒരു കാലത്ത് കൂടി നിർത്താൻ ഞാൻ നിർത്തത്തില്ലടി. നിർത്തരുത്. ഇനി ഇവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരം കാണുന്നതിനായിട്ട് ഒരു വ്യക്തിയെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവരുടെ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകനായ ആ വ്യക്തിയുടെ വാക്കുകളിലേക്ക്. ഹലോ എന്നാ? ഹലോ, എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? ബഹുമാനം കൊണ്ടാണ് സാർ. അയ്യേ വേണ്ട, നേരെ ഇരിക്കും, മര്യാദക്ക്. എന്താണ് പേര്? ഇരുന്നോളൂ. എന്തിനാണ് എണീക്കുന്നത്? ബഹുമാനം വരുമ്പോ ഞാൻ അറിയാതെ പൊങ്ങിപ്പോകും സാർ. വേണ്ട, പൊങ്ങണ്ട, കൂടുതൽ പൊങ്ങണ്ട, ഇരുന്നങ്ങ് പറഞ്ഞാൽ മതി. എന്താണ് പേര്? ഉണ്ണിക്കുട്ടൻ എന്നാണ് അച്ഛനും അമ്മയും വിളിക്കുന്നത്. എങ്ങനെ? ഉണ്ണിക്കുട്ടൻ. അച്ഛനും അമ്മയും മരിച്ചുപോയി, 15 വർഷത്തോളമായി. ഇപ്പൊ എന്താണ് വിളിക്കുന്നത്? ഇപ്പൊ ഉണ്ണിമോൻ. ഓ, അങ്ങനെ പല പേരും വിളിക്കണ്ടേ ഇപ്പൊ നാട്ടുകാര്. അത് ശരി. ഇപ്പൊ ഇവർക്കിടയിലുള്ള പ്രശ്നം എന്താണെന്ന് സാറിന് പറയാൻ പറ്റുമോ? എനിക്കൊരു 5 വർഷമായിട്ട് ഇവരെ എനിക്കറിയാവുന്നതാണ്. അതെ. ഇതൊക്കെയാണ് പ്രശ്നം. ഞാനിവിടെ കല്യാണം കഴിച്ചു കൊണ്ടിട്ട് ഇപ്പൊ 3 വർഷമായിട്ടുള്ളൂ. അപ്പൊ എന്നെക്കാളും മുമ്പ് നിനക്ക് ഇവിടെ ആയിട്ട് പരിചയമുണ്ട്. അതാണ് ഈ പറഞ്ഞു തന്നെ. മനസ്സിലായോ? സാറിന് മനസ്സിലായോ? ആണോ? എൻ്റെ പൊന്നു സാറേ, എനിക്ക് ഈ കുട്ടിയെ വലിയ പരിചയമില്ല. പക്ഷെ ഇവരുടെ കുടുംബം, അച്ഛൻ, അമ്മ, അവരെയൊക്കെ എനിക്ക് നല്ല പരിചയമാണ്. നല്ല തറവാടികളാണ് ഇവര്. ആ, നിങ്ങളുടെ അച്ഛൻ 3 കല്യാണം അല്ലേ കഴിച്ചിട്ടുള്ളൂ? ഒന്ന് കുമരകം, ഒന്ന് പ്ലാച്ചിമട, ഒന്ന് തൃക്കോവില്. 2 എണ്ണത്തിന് ഞാൻ പങ്കെടുത്താ സാറേ. 3ാമത്തേന് വിളിച്ചപ്പോ എനിക്ക് പനിയായിട്ട് കിടക്കുമായിരുന്നു, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. വലിയ കഷ്ടമായി പോയി. നീ എന്നെ ഇതിൽ പറഞ്ഞു നിർത്തിയത്. അനീത്തിയുടെ കാര്യം എന്നാ പറയാത്തത്? ഇവളുടെ അനീത്തിയുടെ കാര്യം എന്നാ പറയാത്തതെന്ന്? അവള് പ്രസവിച്ച് കിടക്കോ? ഇവിടെ അനീത്തി അറിയാവോ? എന്റെ സഹോദര, അനിയത്തി പ്രസവിക്കുന്നത് തെറ്റാണോ? ചീത്തപ്പേരല്ലേ സാറേ അത്? ചീത്തപ്പേരോ? താൻ എന്തിനു വിട്ടിത്തരാടോ പറയുന്നത്? അതിനാ താങ്കളുടെ ഭാര്യയുടെ അനിയത്തി പ്രസവിക്കുന്നത് എങ്ങനെ ചീത്തപ്പേരാകും? എന്റെ പൊന്ന് സാറേ, കല്യാണം കഴിക്കാത്ത പെണ്ണ് പ്രസവിച്ച് കിടന്നാൽ പിന്നെ അത് ചീത്തപ്പേരില്ലേ? സാറിന്റെ ഒന്നും വീട്ടിൽ അങ്ങനെ ചീത്തപ്പേരില്ലേ? കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങൾ പ്രസവിച്ച് കഴിഞ്ഞാൽ ഇതെന്നാ നാടാ ഇത്? ഇതെന്നാ ആൾക്കാരെ ഇത്? എനിക്ക് ഈ പ്രസവത്തിന്റെ കാര്യമൊന്നും അറിയത്തില്ല സാറേ. പക്ഷെ നല്ല ഫാമിലി അവര്. ആ പ്രസവത്തിന്റെ കാര്യങ്ങൾ നിനക്ക് അറിയാനുള്ളൂ. ഇനി ഉണ്ടായിരുന്നു മനംകൊത്തി. ഉണ്ണിയേട്ടൻ എപ്പോഴും കാണുന്നല്ലേ ഇയാളെന്നെ കള്ളു പിടിച്ചിട്ട് വന്ന് തല്ലുന്നത്? ഉണ്ണിയേട്ടൻ അത് പല പ്രാവശ്യം ചോദിച്ചിട്ടുമില്ലേ? ഉണ്ണിയേട്ടൻ അവളെ ഒലിപ്പിരി കണ്ടോ? എടി കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷം ഇതുവരെ നീ എന്നെ പാർവ വെട്ടാന്നൊന്ന് വിളിച്ചിട്ടുണ്ടോ? അപ്പൊ ഉണ്ണിയേട്ട കണ്ടപ്പോ ഉണ്ണിയേട്ടാ എന്നാടി ഇതിന്റെ
ഇതിന് മാത്രം ഉറപ്പ്. സാറേ അത് ഒരു കാര്യമുണ്ട് സാർ, ഈ ഉണ്ണിയേട്ടാന്നും ഈ പാർഗവേട്ടാന്നൊക്കെ വിളിക്കുന്ന ചേർച്ച വേണമല്ലോ, അതുകൊണ്ടാണ് വിളിക്കാത്ത. അത് അതെ സാറേ, ഞാൻ പല പ്രാവശ്യം കാണുന്നുണ്ട് സാറേ. ഇങ്ങോട്ട് എന്നെ എടുക്കും അത്. ആ ഈ കൊച്ച് പല പ്രാവശ്യം ഈ കൊച്ചിനെ ഈ സഹോദരൻ വീട്ടിത്തിട്ടിരിക്കുന്ന ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാൻ എന്നും ചെന്ന് ചോദിക്കാറുണ്ട് സാറേ. എന്ന് ചോദിക്കും ഞാൻ ഇല്ലാത്തപ്പം. എടാ ഞാനുള്ള എന്തെങ്കിലും ഒരു ദിവസം നീ ഒന്ന് ചോദിച്ചോണ്ടാ. എടാ പോടാന്ന് വിളിക്കരുത്, ശരിയല്ല നീ പോടാർക്കാന്നു. നീ പോടാതെണ്ടി അവിടുന്ന്. അല്ല പിന്നെ ഇവന്റെ ചോദ്യമാണ്. ഞാൻ ഇല്ലാത്ത നേരത്തെ ഇവളുടെ അടുത്ത് എന്നിട്ട് എന്ന് ഇവന് ചോദ്യം സാറ് കേൾക്കണ്ടോ സാറേ? ഇവന് ചോദ്യം തന്നെ ഇവിടെ അടുത്ത് കല്യാണം കഴിഞ്ഞ് 3 വട്ടമായി ഉണ്ടിട്ട് ഇവന് അടുത്ത ഞാൻ അപ്പൊ ആണുങ്ങൾ കരയുമ്പോൾ ഇത് ബിൽഡപ്പും കാര്യങ്ങളൊന്നുമില്ല. പെണ്ണുങ്ങൾ കരയുമ്പോൾ മാത്രമാണ് അങ്ങ് ഭയങ്കര ബിൽഡപ്പ്. കൊളക്കോട് പോകുമ്പോൾ ബിൽഡപ്പ് അല്ലേ? ആണുങ്ങൾ കരയുമ്പോൾ ഒരു ബിൽഡപ്പും ഇല്ല. അല്ലെങ്കിലും പെണ്ണുങ്ങളുടെ കണ്ണീര് വിറ്റ് അതിന് പൈസ ഉണ്ടാക്കുകയാണല്ലോ ചാനലുകാരുടെ മെയിൻ പരിപാടി. എൻ്റെ അനിയ അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. എടി നീ കരഞ്ഞോടി, നീ ശരിക്കും കരഞ്ഞോ. എന്നെ മാർക്കറ്റിലോ ചന്തയിലോ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് ഇവർ മാർക്കറ്റ് ചെയ്തോളൂ. അതാ ഇവരുടെ ഐഡിയ. നീ കരഞ്ഞോ. സാർ, ഈ മദ്യപാനം തന്നെയല്ലേ ഇതുപോലെയുള്ള സംശയ രോഗികളെ സൃഷ്ടിക്കുന്നത്? അതിനെന്താ സംശയം? അതിന് സംശയമാണ്. അതല്ല ഹരിചന്ദ്രൻ, ഒരു മനുഷ്യൻ സാമാന്യ അളവിൽ നിന്നും മദ്യം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അവന് ചിന്തിക്കാനുള്ള കഴിവ് ഒരു പരിധി വരെ നഷ്ടപ്പെടും എന്നുള്ളതാണ്. കറക്റ്റാണ് പറഞ്ഞത്. ഇപ്പം സംശയത്തിന്റെ കാര്യം ഹരിചന്ദ്രൻ ചോദിച്ചല്ലോ. അതെ. ഇപ്പോൾ ഒരു മദ്യപാനിക്ക് ഒരാളെ സംശയമുണ്ടെങ്കിൽ തന്നെ ആ സംശയം സത്യമാക്കി തീർക്കാനുള്ള ശ്രമമാണ് മദ്യം നടത്തുന്നത്. അതാണ് അത് നമ്മൾ ചിന്തിക്കണം. മദ്യത്തിന്റെ ഒരു ഒറ്റ കഴിവാണിത്. അതാണ്. അല്ല സാറേ, ഈ കുടി നിർത്താൻ ഒരു മാർഗവും ഇല്ലേ? ഈ കുടി നിർത്തുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഭർത്താവിന്റെ കുടി നിർത്തുന്നതിന് വേണ്ടി ചട്ടമ്പിയായ സ്വന്തം ആങ്ങളയുടെ സഹായം തേടേണ്ടി വന്ന ഒരു വീട്ടമ്മയുടെ കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കണ്ടിട്ട് തിരിച്ചു വരാം. ഇത്രമേലെന്നെ നീ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്തിനു നീ എന്നെ വിട്ടകന്നു, എവിടെയോ പോയി മറഞ്ഞു. എന്താ മനുഷ്യൻ രാവിലെ കിടന്ന് മോങ്ങുന്നത്? നിങ്ങളുടെ ആരെങ്കിലും ചത്ത? ഞാനേ കൊറേ നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുവായിരുന്നു. നീ വേണേ ഒരു കത്തി എടുത്തിട്ട് കുത്തിക്കോ, പക്ഷെ ഇതേപോലെ ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയരുത്. ഞങ്ങൾ 8 പേര് ഷെയർ ഇട്ട് 450 രൂപയ്ക്ക് വാങ്ങിച്ച ഫുള്ള ഈ മണ്ണി കിടക്കുന്നത്. ഇതേ മനുഷ്യ കൊച്ചിപ്പോ സ്കൂളിൽ നിന്ന് വരും, അവന്റെ കാലിൽ എങ്ങനെ കുപ്പിച്ചില് കെട്ടിയുണ്ടല്ലോ ഇപ്പൊക്കെ കളയാൻ നോക്കും. നിങ്ങൾ ഈ ഒടുക്കത്തെ കുടിയാ കുടിച്ചു കൂട്ടുന്നത്. നിങ്ങളെ നന്നാക്കാൻ എനിക്കറിയാം. നീ കുറെ നാളായല്ലോ എന്നെ നന്നാക്കാൻ പോവാന്നും. ഈ ഒരു ഫുള്ള് താഴെ പോയി പൊട്ടിയാലേ എനിക്ക് ഒന്നും സംഭവിക്കാനില്ല. അകത്ത് വേറെ ഫുള്ള് ഇരിപ്പിട്ട് അതെടുത്ത് ഞാൻ അടിക്കും. എന്നാ പോയി കേറ്റുപടി. ഇന്നേ നിങ്ങളുടെ അവസാനത്തെ കുടിയാ. അവസാനത്തെ കുടി നീ എന്നെ മൂക്കി കൂടെ വലിച്ചു കയറ്റുപടി. മൂക്കിലോട്ട് വലിച്ചൊന്നും കേട്ടതില്ല. എന്റെ ആങ്ങളെ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആര്? ആണി ബിജു. അവൻ എന്നാത്തിനും ഇങ്ങോട്ട് വരുന്നേ? ഓ, ഇന്നലെ ജയിലിൽ നിന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ. വേറെ എന്തേലും തെറ്റി എടുത്തിട്ട് തിരിച്ച് ജയിലിലേക്ക് പോകാനുള്ള ഇങ്ങോട്ട് കെട്ടിയെടുക്കുവാണോ? ഞാനേ നിങ്ങളുടെ തോന്നിയാസൊക്കെ ചേട്ടനെ വിളിച്ചങ്ങ് പറഞ്ഞ് ഇപ്പൊ ഇങ്ങോട്ട് വരും. അവൻ വന്നിട്ട് എന്നെ ഉണ്ടാക്കാനടി. എന്താ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. അതൊന്നും എനിക്ക് കാണണമല്ലോ. അവൻ എന്നാ ചെയ്യാൻ പോകുന്നെന്ന് എനിക്കൊന്ന് കാണണം. അല്ല നിങ്ങൾ എങ്ങോട്ട് പോവാ? ഞാൻ ഒരു പാക്കറ്റ് ബീഡി വാങ്ങിച്ചോണ്ട് ഇപ്പൊ വരാം. ബീഡിയൊക്കെ നമുക്ക് പിന്നെ മേടിക്കാം. അല്ല, ബീഡി വാങ്ങിക്കണം. അല്ല അങ്ങനെ പോയാൽ എങ്ങനെയാ? ഇവിടെ നിൽക്ക്. ഓ, നീ ആങ്ങളെ കാണിച്ചെന്നെ പേടിപ്പിക്കുകയായിരിക്കും. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. അവൻ എന്നാ വരട്ടെ. അവൻ എന്നെ ഞൊട്ടും നമുക്ക് കാണാം. കയറി അവിടുന്ന്. പിന്നെ ഒരു ആണി ബീജു നീ എന്നതാടാ സിദ്ദീഖിലാലി പടത്തി ഒരാൾ വരുമ്പോ ബിൽഡപ്പ് ചെയ്യുന്ന പോലെ ബിൽഡപ്പ് ചെയ്യുന്നത്? ഒന്ന് പോരാർക്കാം അവിടുന്ന്. ഒരു 500 രൂപ കൊടുത്താൽ നിന്റെ ആങ്ങള ആ വന്ന വഴിക്ക് തിരിച്ചു പോവോ? ഇവിടെ വന്ന് രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടേ പോകും.
കാശിനാണ് വെയിറ്റ് ചെയ്യുന്നെങ്കിൽ പ്രതീക്ഷിക്കണ്ട, തരത്തില്ല. നിങ്ങളിത് എങ്ങോട്ട് പോകും? അവിടെ നിൽക്കാൻ. ഇവിടെ ഉണ്ട്, അത്രയ്ക്ക് വീര്യമല്ല ഞാൻ. ആഹാ. ചെരുപ്പ് മാറ്റല്ലിയാ. ആര് പറഞ്ഞാ മാറ്റല്ലെന്ന്? നീലക്ക് നീല, ചെവലക്ക് ചെവല. ഊളിക്കളയും ഞാൻ. എന്നെ രക്ഷിക്കണം ചേട്ടാ. പെങ്സ് വിഷമിക്കണ്ട. അതാരാ? സ്നേഹം കൂടുമ്പോൾ ഇവിടെ ഞാൻ പെങ്സ് എന്നാണ് വിളിക്കുന്നത്. സ്നേഹം കൂടുമ്പോ അളിയൻ ഇതേവരെ എന്നെ അൾസെന്ന് വിളിച്ചിട്ടില്ല. നിന്നെ അൾസർ എന്നല്ല വിളിക്കുന്നത്, ആൾസർ എന്നാണ് വിളിക്കുന്നത്. നീ പെമ്പിള്ളാരെ ബിവറേജിന്റെ ക്യൂബിൽ മദ്യം മേടിക്കാൻ കൊണ്ട് നിർത്തുവല്ലടാ. ഒരു ദുർബല നിമിഷത്തിൽ ഒരു പ്രാവശ്യം തൊറവോട്ടിപ്പറന്ന പെമ്പിള്ളവരെ നീ ബിവറേജിന്റെ ക്യൂവിൽ മേലാൽ മദ്യം മേടിക്കാൻ കൊണ്ട് നിർത്തണം. ഇനി ചെയ്യല. ഒറ്റ മണിക്കൂർ കൊണ്ട് ഇവന്റെ സ്വഭാവം തന്നെ ഞാൻ മാറ്റി പറിക്കുന്നു. ഇവനെ മര്യാദക്കാരനാക്കും. അല്ല അളിയ ഞാൻ ഒന്നും ചേച്ചിയെ, ഓ ബിജെയുടെ മന്ത്രി എന്തായി? വന്നിട്ട് എന്തായെന്നൊന്നും അറിയത്തില്ല. കൂടി നിർത്താന്ന് പറഞ്ഞോണ്ട് 1 മണിക്കൂറായി രണ്ടുപേരും കൂടെ അകത്തോട്ട് കയറിയിട്ട്. ഇതുവരെ ഒരു ശബ്ദം പോലും കേൾക്കുന്നില്ല. ഒരു പാട്ട് കേട്ടില്ലേ? കേട്ട്. വന്നേ. അന്തിക്കടപ്പുറത്തൊരോലക്കൂടെ എടുത്ത് 4 കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല, പരുന്തല്ല, തിരകളല്ല, ചെമ്മാനം വാഴണ തുറയറയൻ. അങ്ങേ കടലിൽ പള്ളിയൊറങ്ങാൻ മൂപ്പര് പോണതാണേ. തുറകളിൽ ഇന്നൊരു തുടികുളി മേലത്തായം വകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലിത്തട്ടകളിടയിടെ ഇളകി തുടലുകളൊഴുകി അത്തിമരത്തിൻ തീരെ തറയിലരപ്പോ തിക്കരി നല്ലത് പാടി. തുറകളിൽ ഇന്നൊരു തുടികുളി മേലത്തായം വകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലിത്തട്ടകളിടയിടെ ഇളകി തുടലുകളൊഴുകി അത്തിമരത്തിൻ തീരെ തറയിലൊരപ്പോ തിക്കരി നല്ലത് പാടി. കണ്ടര് വലയട് പറയട് വടമിട് മൊഴികളിൽ അലയുടെ തകിലടി മുറുകി. കണ്ടര് വലയട് പറയട് വടമിട് മൊഴികളിൽ അലയുടെ തകിലടി മുറുകി. തരികിടതി മതത്തെ കാകിടതി മതത്തെ ദിടികിടതി മതത്തെ. ഇതെന്താ ചേട്ടാ ഇത്? ഇതെന്തുവാണ്? അളിയൊന്ന് എണ്ണീറ്റാളെ. എടേ ഇങ്ങോട്ട് വാ. ഇതെന്റെ പുന്നാരം മുസ്തായത്. ഇതെന്റെ വെറുവളിയാണ്, അറിയോടി. എന്റെ കാണപ്പെട്ട വേട്ടാവളിയാണ്. അറിയോ? വെറുവളിയനല്ലേ അളിയന്റെ കാണപ്പെട്ട വേട്ടവളിയനല്ലേ? തള്ളുന്നല്ലേ അവള്? പല പ്രാവശ്യവും എന്നെ ചെറുക്കടിച്ചിട്ടുണ്ട് കള്ളുടിച്ച്. ചേട്ടാ കൂടി നിർത്താന്ന് പറഞ്ഞോണ്ടല്ലേ ഇങ്ങനെ വിളിച്ചോണ്ട് അകത്തോട്ട് പോയത്? അന്നു എടി ഞാൻ അകത്ത് നിന്ന് നോക്കിയപ്പോ കണ്ട കാഴ്ച എന്താണെന്നറിയോ? എന്റെ അളിയൻ ഒരു പുള്ളു മേടിച്ച് വെച്ചേക്കുന്നു. ഞാൻ ചെന്നില്ലായിരുന്നു, എന്റെ അളിയൻ തന്നെ കുടിക്കേണ്ടി വരത്തില്ലായിരുന്നു. സത്യം ഞാൻ ചെന്നുകൊണ്ട് ഞാനിവിടെ ചേർന്നതങ്ങ് തീർത്തു, പെട്ടെന്ന് തീർത്തു. എന്നാ പിന്നെ നമുക്ക് ഏതെങ്കിലും ഷാപ്പിലേക്ക് വെച്ച് പിടിക്കാലോ? എന്റെ അംഗമൊക്കെ തീർന്നോടേ. ഒരെണ്ണം കൂടെ കൊടുത്തു, കുഴപ്പമില്ലല്ലോ. അളിയൻ കൊല്ലളേ അവളെ. ചേട്ടൻ ഇങ്ങോട്ട് വന്നത് നീ ഏതാ കരയളിയാ? ഈ കളിയിൽ മറിയേക്ക. നീ ഏതാടാ കരയളിയാ? പോടാ, പിടിമുറ്റത്തുനിന്ന് തീപ്പൊട്ടി വെച്ച് വരും, പിന്നകത്ത് കയറും. ഇതാണ് ചില വീടുകളിലെ മദ്യ സംസ്കാരം. ഭർത്താവിന്റെ കുടി നിർത്തുവാൻ ആങ്ങളെ കൊണ്ടുവന്ന ആ വീട്ടമ്മ ഭർത്താവിന്റെയും ആങ്ങളയുടെയും കുടി നിർത്തുവാൻ ഇപ്പം നെട്ടോട്ട് ഓടുകയാണ്. ഇതാണ് ഞാൻ സാറ് ഇപ്പൊ ഈ കാണിച്ച വീഡിയോ പോലൊന്നുമല്ല ഞാൻ എന്ന് പറഞ്ഞാൽ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 ചുമ്മാ ഇരുന്നോണ്ട് വന്നിരുന്നിട്ട് സ്റ്റുഡിയോ വന്നിരുന്നോണ്ട്
അല്ല മിസ്റ്റർ ഭാർഗവൻ, ഈ മദ്യം 2എണ്ണമായാലും 3എണ്ണമായാലും കുടി തന്നെയാണ്. അതെ അല്ലേ? ഹരിചന്ദ്രൻ, വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ മദ്യപിക്കുന്നവർക്ക് വേറൊരു സ്വഭാവം കൂടിയുണ്ട്. അതായത് സ്വന്തമായിട്ട് മദ്യപിക്കുക കൂടിയല്ലാതെ അടുത്ത് നിൽക്കുന്ന ഒരാളെ നിർബന്ധിച്ച് മദ്യപിപ്പിക്കുന്ന ഒരു വൃത്തികെട്ട സ്വഭാവം കൂടിയാണ്. ശ്രദ്ധിച്ചു കാണും ഹരിചന്ദ്രൻ. അത് ഞാനല്ല സാർ. അത് വളരെ സത്യമാണ് സാർ. എൻ്റെ അനുഭവത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സ്വാദ് മനുഷ്യനെ നിർബന്ധിച്ച് മദ്യം കുടിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. അളിയ, എൻ്റെ ജീവിതത്തിലെ സഹന സമരത്തിൻ്റെ 5ാമത്തെ വാർഷികമായിരുന്നു. സഹന സമരവും വിവാഹ വാർഷികമല്ലേ? രണ്ടും ഒന്ന് തന്നെ. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ സഹന സമരക്കാരാണ്. അതൊക്കെ പറയാം, വേണമുള്ള കേൾക്കും. അതെ, ഇങ്ങനെ കുടിച്ചോണ്ടിരുന്നാ മതിയോ? ഊണിനോ അല്ലെങ്കിൽ ഫുഡിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ? എടി, ഇന്ന് നിന്റെ വിവാഹ വാർഷികമാണോ? എന്റെ മാത്രം? അപ്പൊ നിങ്ങളുടെയും കൂടെ അല്ലേ? എന്നാ ശരി, എന്റെയും കൂടെ. നമ്മുടെ വിവാഹ വാർഷികമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇവിടെ ഫുഡൊന്നും ഉണ്ടാക്കണ്ട എന്ന് ഞാൻ അങ്ങ് വിചാരിച്ചു. അയ്യോ, അപ്പൊ എങ്ങനെ ഇവർക്കൊക്കെ ഫുഡ് കൊടുക്കണ്ടേ? നീ പേടിക്കണ്ട, ഫുഡിന് പുറത്ത് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സമയമാകുമ്പോ ഫുഡ് ഇങ്ങനെ പറന്ന് വരും. ഇങ്ങോട്ട് വരും ഫുഡ്? പിന്നെ അല്ലാതെ. ഇനി എപ്പോഴാ പിള്ളേരൊക്കെ വിശന്നിരിക്കുക? പിള്ളേര് മാത്രമല്ല, ഞങ്ങൾ ഇവിടെ വിശന്നിരിക്കുമല്ലോ. എത്ര വിശപ്പാണെങ്കിൽ ഒരെണ്ണം ഊറ്റി അടിച്ചിട്ട് പൊക്കോ. എന്താ? ഒന്നുമില്ല. ഓ ഇല്ല, എന്റെ പേര് ശ്യാമെന്നാ. അതാ റെജി. ഞാനാ. അലിക്കടെ കടയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത ഫുഡ് സമാധാനമായല്ല. ഇതെന്താ ബില്ല്? നീ ഒരു കാര്യം ചെയ്യും, അലമാരിക്കകത്ത് പൈസ ഇരിപ്പുണ്ട്, എടുത്ത് കൊടുക്കണം. അലമാരിക്കകത്ത്? പിന്നെ നല്ല 4 പാത്രം, അല്ല 4 വേണ്ട, 3 മതി. 3 പാത്രത്തിൽ ഇതൊന്ന് വൃത്തിയാക്കി എടുത്തോണ്ട് പോവാ. അതെ, ആദ്യം പിള്ളേർക്ക് ഉണ്ടെങ്കിൽ മെച്ച ഇങ്ങോട്ട് കേട്ടോ. ഇപ്പൊ മനസ്സിലായോ സഹന സമരം എന്താണ്? ഒരു സാധനമല്ലേ. ഏതായാലും ചേട്ടൻ നല്ല സമയത്താണ് ഇവിടെ വന്നത്. ഇത്രയോ സന്തോഷത്തോടെ വന്നതുകൊണ്ട് ഒരു ചെറുത് കഴിച്ചിട്ട് പോകും. അത് കഴിക്കണോ? അലിക്കോടൊക്കെ ഞാൻ പറഞ്ഞോളാം, അതാണ് കഴിക്കുന്നത്. പിന്നെ ഞങ്ങള് സുഹൃത്തുക്കളല്ലേ, നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ അല്ലേ? പിന്നെ ഇല്ല, അദ്ദേഹത്തിന് സന്തോഷം, എന്റെ ഒരു സന്തോഷം. അതല്ലെങ്കിൽ മോശമായി. കഴിക്കേട്ടോ, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ആരും കാണും. നിങ്ങൾ കഴിക്കുന്നോ ഞാൻ കഴിപ്പിക്കണം? ഇങ്ങനെ തുടങ്ങി അങ്ങനെ ചെറുപ്പക്കാരല്ല നമ്മളൊക്കെ. കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ല, കഴിക്കും. അങ്ങനൊന്നുമില്ല, മദ്യത്തിന് മുമ്പ് സാറും ഒന്നുമില്ല, കഴിക്കുക, അതേ ഉള്ളൂ. വെള്ളം ഒഴിച്ചോ. സാധനം എന്ത്? ഏതായാലും നാറി അല്ലേ, ഒരെണ്ണം കഴിച്ച് വാ നാറി. എന്നാ ഒരു 30 കൂടി ആകാം. ഒന്നും പറയില്ല, ഇല്ല ഒന്നും കുഴപ്പമില്ലെന്ന് കഴിച്ചോ. കുഴപ്പമില്ല, കഴിക്കുന്നേ. ഈ വെള്ളം ഒഴിച്ച് ഒരു അക്ഷരം പറയണേ, അങ്ങോട്ട് പിടിച്ച്. ആരും അറിയാൻ പോകുന്നില്ല എന്നല്ലാതെ അവരോട് പിടിച്ച്. അദ്ദേഹത്തിന് സന്തോഷം അല്ല, നിങ്ങളിവിടെ വന്നിട്ടില്ലേ? നിങ്ങൾ കഴിക്കാതെ പോയാലായിരിക്കും വിഷമം. അതാണ് വിഷമം. വേറെ പപ്പു എനിക്കെത്ര മതി. പോരാ. ഇതാണോ നിങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ്? ഇതിൽ മൊത്തം ഗ്രേവിയാ, ഒരു തുരി കഷ്ണം പോലും ഇല്ല. പീസ് എവിടെ? ഇതിനകത്ത് മുഴുവൻ ചാറാണെങ്കിൽ നീ എന്റെ തലയിലോട്ട് പിന്നെ നല്ലൊരു വിവാഹ വാർഷികമായ ഇന്ന് ഇവിടെ ഫുഡ് ഉണ്ടാക്കാതെ പുറത്തെ കടയിൽ ഓർഡർ ചെയ്ത് ഇവിടെയൊക്കെ പിന്നെ എന്നെ വിളിക്കണം.
നീ കഴിക്കണ്ട. ഇപ്പൊ തന്നെ ഓവറാ നീ കഴിക്കണ്ട. ഇപ്പൊ തന്നെ ഓവറാ താൻ കഴിക്കണ്ട. അങ്ങ് പറഞ്ഞില്ലായിരുന്നു, ഞാൻ അറിയില്ലായിരുന്നു. അതാ പറഞ്ഞേ. നിന്നോടൊക്കെ ഞാൻ ആവുന്നത് പറഞ്ഞോടാ. എനിക്ക് തരില്ല ശരിയാവത്തില്ല എന്ന് രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്താണെന്നറിയാമോ? എന്താ? കുപ്പ പൊട്ടിച്ച് പള്ളേ കയറ്റും. സാറുമാരായിട്ടൊരു കാര്യം ചോദിക്കാം, നിങ്ങൾ ഈ കഥയും കഥാപാത്രങ്ങളും കാണിച്ചുകൊണ്ടിരിക്കണേ ഞങ്ങളുടെ കുടുംബജീവിതത്തിന് എന്തെങ്കിലും തീരുമാനം ഉണ്ടോന്ന്? അല്ല ഞാൻ ചോദിച്ചാൽ സാറുമാരായിട്ടൊരു കാര്യം ചോദിക്കാം, നിങ്ങൾ ഈ കഥയും കഥാപാത്രങ്ങളും കാണിച്ചുകൊണ്ടിരിക്കണേ ഞങ്ങളുടെ കുടുംബജീവിതത്തിന് എന്തെങ്കിലും തീരുമാനം ഉണ്ടോന്ന്? ഉണ്ടോ? കൊച്ചുറങ്ങിയ മോളെ ഉറങ്ങി ഉണ്ണിയേട്ടാ. അയ്യോ എടാ കൊച്ചുറങ്ങണ, നീ ആ തള്ളനെ ഉറക്കാണല്ലോ. ചെല്ലം കൂടോ, തള്ളനെ ഉറക്കാൻ. ഇല്ലായിരിക്കാൻ പറ സാറേ. നിന്റെ പ്രശ്നത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും. ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയ്ക്ക്, ഒരു അയൽക്കാരൻ എന്ന നിലയ്ക്ക് ഈ പെൺകുട്ടിയെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് നല്ലത് മാത്രമേ ഈ കുട്ടിയെ കുറിച്ച് പറയാനുള്ളൂ. ഓയ്യാ. ആ ഭാഗത്ത് ഒന്ന് അന്വേഷിച്ച് നോക്കണം സാറേ. നല്ല സ്വഭാവമായി ഈ കുട്ടിക്ക്, എല്ലാവർക്കും നല്ല അഭിപ്രായം ഇതിനെ കുറിച്ച്. പക്ഷെ ഇത്രയും നല്ലൊരു കുട്ടിയെ ഇതേപോലെ കാർക്കോടകനായ ഫുൾ വെള്ളമായ ഇവന്റെ കയ്യിൽ കൊണ്ടേ കൊടുത്തു എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. കരയാതിരിക്കും മോളെ, കരയല്ലേ, നീ കരയല്ലേ. എല്ലാത്തിനും ഈ സാറ് ഒരു പരിഹാരം ഉണ്ടാക്കുമല്ലോ. അതിനാ സാറ് കോട്ട് വിട്ട് ഇവിടെ ഇരിക്കുന്നത്. കരയല്ലേ കരയല്ലേ. ആ കൊച്ചു കരച്ചിൽ നിർത്തി സാറേ. നിങ്ങളിത് പറഞ്ഞോണ്ടിരിക്കുക എന്റെ ജീവിതത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി തട്ടങ്ങൾ. സാർ, ഇവരുടെ ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കാൻ പറ്റും? അല്ല, ഈ മാന്യ അദ്ദേഹം ഈ കുട്ടിയെ കുറിച്ച് ഇത്രയ്ക്ക് നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ഇദ്ദേഹത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ലേ? അതെ, പറയട്ടെ. ഉണ്ണിയേട്ടനെ പറ്റിയാണോ? അല്ല, അയ്യോ എന്റെ സാറേ, നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ്. ഞാൻ ഇത്രയും നാള് കണ്ടതിൽ വെച്ച് ഇത്രയും നല്ലൊരു മനുഷ്യൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. വളരെ കെയറിംഗ് ആണ്. എന്റെ മോളെ എന്ത് ഇഷ്ടമാണെന്നറിയാവോ? ഞാൻ സാറേ മോക്ക് പല പ്രാവശ്യം ഈ രാത്രി സമയത്ത് ബിസ്ക്കറ്റും പരിപ്പോടൊക്കെ അല്ലേ വളരെ ലവിങ് ആണ്. എനിക്കൊന്നും പറയാനില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഉണ്ണിയേട്ടനെ. എന്നെ കുറിച്ച് പറയുമ്പോ ആ കൊച്ചിന് നല്ലൊരു ഒരു ഗദ്ഗതം ഒരു ഉളുക്കും വരുന്ന ഉളുക്കിന്ന് മാറും ഏകദേശം. ആ ഭാഗത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. കാര്യം പറ ഹരിചന്ദ്രൻ. ഇതിൽ നിന്നും കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇപ്പൊ ഇവര് തമ്മിൽ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ മനസ്സുമായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് അടുത്തത് കൊണ്ട് ഇവര് തമ്മിൽ ഒന്നിക്കട്ടെ. അതല്ലേ എന്റെ ഒരു ശരി? അതാണ് അതിന് ശരി, അതാണ് ശരി. അതെ, അതാ നല്ലത്. അത് കറക്റ്റ് കേസാ. അല്ല സാറ് പറഞ്ഞ കറക്റ്റ് കേസാ. ഇവര് തമ്മിൽ ഒന്നിക്കണം. അല്ല അങ്ങനെ പിടിവിടണ സാറ് പറഞ്ഞ കറക്റ്റ് കേസാ. നീ ഉപ്പിയാക്കേണ്ട തലയിൽ തന്നെ കയറ്റുന്നത് നിർബന്ധം. നീ വിടാർക്ക പിന്നെ നീ ഭയങ്കര രാത്രി കൊണ്ട് പരിപ്പട കൊടുക്കണല്ലോ. അപ്പോഴോ നമ്മള് സ്നേഹം കൊണ്ട് കൊടുത്തു പോകുന്നല്ലേ. കൊച്ചിനെ ഉറക്കിയതല്ലേ നീ. ഇവൻ അത് കറക്റ്റ് തീരുമാനം സാറേ. അത് ശരിയാത്തില്ല. എനിക്ക് വേറെ കേസായിട്ടുള്ളതാണ്. സാറ് പറയട്ടെ. സാറ് പറ. സാറ് പറ സാറേ. അല്ല, അത് ശരിയാകണം. ഉണ്ണിമോൻ, ബഹളം വെച്ചിട്ട് കാര്യമില്ല. ബഹളം വെക്കരുത്. അതെ അതെ. കുട്ടിക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് എനിക്ക് 100% സമ്മതമാണ്. പക്ഷെ എനിക്ക് സമ്മതമല്ല. എന്റെ കുട്ടിക്ക് ഒരു തന്ത വേണം. അതിപ്പോ ആരായാലും കുഴപ്പമില്ല. മക്കളെ ഇതാ നമ്മുടെ പുതിയ അച്ഛൻ. വിളിച്ച അച്ഛനെ ഒന്നും വേണ്ട. സാറേ പറ സാറേ. അത് വേണം. അല്ല അത് പറ്റിയ സാറേ, എനിക്ക് പറ്റത്തില്ല. ഞാനത് സാർ വിളിച്ച കണ്ടില്ലേ? അങ്ങനെ ഇവിടെ നിൽക്കുന്ന നീ കിടന്ന് പിടക്കല്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? അല്ല അത് ശരിയാകത്തില്ല. എനിക്ക് ശരിയാകത്തില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ? എപ്പിസോഡിന് ടൈം കഴിഞ്ഞു. ഇത് വൈൻഡ് അപ്പ് ചെയ്യണ്ടേ? ചർച്ച അവസാനിച്ചു. അല്ല ശരിയാകത്തില്ല. അല്ല ശരിയാവും. ശരിയാകത്തുള്ളൂ. ശരിയാവും. ഞാനെന്തിനാ ഇത് പിടിക്കുന്നേ? ഇത് ഇവന്റെ അല്ലേ? അല്ല നിന്നെ ഏൽപ്പിച്ചു. നീ പോകണം. എന്റെ പൊന്നു സാറേ, വലിയ ഉപകാരം കേട്ടോ. എന്റെ തലേന്ന് ആ ബാധയൊന്നും ഒഴിവാക്കി തന്നല്ലോ. എന്റെ പൊന്നു സാറേ, വലിയ ഉപകാരം കേട്ടോ. എന്റെ തലേന്ന് ആ ബാധയൊന്നും ഒഴിവാക്കി തന്നല്ലോ. സന്തോഷമായല്ലോ. ഈ പരിപാടിക്ക് വന്ന ഇങ്ങനൊരു ഗുണമുണ്ടെന്ന് ഞാൻ അറിഞ്ഞേ ഇല്ല. സാറേ നന്ദി, 1000 നന്ദി കേട്ടോ. താങ്ക് യു. വരും. ഇന്നിവിടെ ചർച്ച ചെയ്തതും മദ്യം കൊണ്ടുണ്ടാകുന്ന പല പല ദുരന്തങ്ങളെ കുറിച്ചാണ്. ഇതിൽ നിന്നും നാടോടി വിഷന് ഒന്നേ പറയാനുള്ളൂ. മദ്യം കഴിക്കില്ല എന്ന് നാം ഓരോരുത്തരും തീരുമാനിച്ചാൽ ഒരു സർക്കാരിന്റെയും സഹായമില്ലാതെ നമുക്ക് ഈ മദ്യത്തെ നമ്മുടെ നാട്ടിൽ നിന്നും തുടച്ചു നീക്കാം. ഗുഡ് നൈറ്റ്.
ആ